ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഏറ്റവും ഈസി ആയ മെത്തേഡിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് മുഴുവനായിട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഈ നെയ്യുമായിട്ട് കലർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ക്യാരറ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ഈ വെള്ളം കൂടെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടിക്ക് പിടിക്കാത്ത വിധം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതുപോലെ പഞ്ചസാര മെൽറ്റായ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരറ്റിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/4 കപ്പ് പാലാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പാലൊക്കെ ക്യാരറ്റിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ക്യാരറ്റൊക്കെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ കുറച്ച് നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ പൊടിച്ചത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയെന്ന ഒരടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.